ഹേ ഗായ്സ്, നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇന്ന് നമ്മളൊരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചപ്പം അതിനനുസരിച്ചുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്താണ് വാങ്ങിയത്. ഇനി ജസ്റ്റ് ഒന്ന് ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഫസ്റ്റ് തന്നെ നല്ല കളറും ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ മസ്റ്റായിട്ടും കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി വേണ്ടത് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല. ചിക്കൻ മസാല ഇടുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ചിലർ ചിക്കൻ മസാല ഇടത്തില്ല, നോർമൽ നമ്മുടെ പെരിയുടെ മസാല ഇട്ടിട്ട് അങ്ങനെ ചെയ്യും. അതും അടിപൊളി തന്നെയാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, കുറച്ച് മല്ലിപ്പൊടി ചേർത്തു. ഇതെന്ന് എൻ്റെ സ്പെഷ്യൽ മസാല കൂട്ടല്ല കേട്ടോ, കംപ്ലീറ്റ്ലി അനന്തുവിൻ്റെ ഐഡിയ ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് വലിയ പിടുത്തമില്ല കേട്ടോ. പക്ഷേ സംഭവം ലാസ്റ്റ് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് എൻ്റെ അമ്മ അങ്ങനെ ഗ്രിൽഡ് ഐറ്റംസിൻ്റെ ഒന്നും ഫാനല്ല. അമ്മ ഒരു പീസ് കംപ്ലീറ്റ് തനിയെ ഇരുന്ന് കഴിച്ചു. അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് കട്ട തൈരൂടെ ചേർത്തു. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ പെരി മസാല. ഇതങ്ങോട്ട് നന്നായിട്ട് ചേർത്ത് മസാല സെറ്റാക്കി എടുക്കുക. ഇതുപോലെ തൈരൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പുളിയൊക്കെ കാണാം കേട്ടോ. ഓൾറെഡി നമ്മുടെ ഈ പെരി മസാല അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് മസാല ഒന്നും ഇല്ലെങ്കിൽ തന്നെ അത് സെറ്റാണ്. ഇനി നമ്മൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ലാസ്റ്റ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചതാണ് കേട്ടോ. ഇത്രയും മസാലയായി കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു, നല്ല നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ചിക്കൻ്റെ ഓരോ പീസസ് എടുക്കുക, നന്നായിട്ട് മാരിനേഷൻ ചെയ്ത് നല്ലതായിട്ട് മസാല എല്ലായിടത്തും തേച്ച് നല്ല സെറ്റാക്കി എടുക്കുക. നമ്മൾ നന്നായിട്ട് ഓയിലൊക്കെ ചേർത്ത് മാരിനേഷൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ മസാല നന്നായിട്ട് പിടിക്കും കേട്ടോ. പിന്നെ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മളിവിടെ അതിൽ കൂടുതൽ ടൈം വെച്ച് കേട്ടോ. ഒരു ഉച്ചയായപ്പോൾ മാരിനേഷൻ ചെയ്തെങ്കിൽ എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ നമ്മളൊരു വൈകുന്നേരം 5 മണി വരെയൊക്കെ മാരിനേഷൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടിയിലേക്ക് കടന്നത്. ഇവിടെ ഓൾറെഡി ചാർക്കോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കനൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ കേട്ടോ. സംഭവം പക്ഷേ സെറ്റായിരുന്നു, നന്നായിട്ട് കനൽ കത്തിയിട്ട് ഭയങ്കര ചൂടുണ്ടായിരുന്നു. അടുത്തൊക്കെ നിൽക്കുമ്പോഴേ ഇങ്ങനെ ചാർക്കോൾ മേടിച്ചിട്ട് ഗ്രില്ല് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതുപോലെ നല്ല കനൽ നല്ല ചൂടുണ്ടായിരിക്കും, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ നന്നായിട്ട് നമ്മുടെ കനലൊക്കെ കത്തി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നിന്നപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു. നമ്മൾ അവസാനം എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഐശ്വര്യമായിട്ട് ഒരു പീസ് എടുത്തങ്ങ് വെച്ചു. ഞാൻ ഇത്രയും വിചാരിച്ചില്ല, കാരണം പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ സംഭവം റെഡിയാവും, ഒരു സൈഡ് കംപ്ലീറ്റ്ലി റെഡിയാവും. പക്ഷെ നമ്മൾ അതിൽ കൂടുതൽ ടൈം എടുത്തിട്ടാണ് ഒന്നും കൂടെ സെറ്റ് ആവട്ടെ, കുറച്ചും കൂടെ ചിലർക്ക് ഒരു മീഡിയം വേവിലൊക്കെ കഴിക്കുന്ന ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും കുറച്ചും കൂടെ നന്നായിട്ട് വെന്തിട്ട് കഴിക്കുന്നതായിരുന്നു ഇഷ്ടം. അങ്ങനെ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ മണ്ടയ്ക്കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മസാലയും ഓയിലൊക്കെ നന്നായിട്ട് അകത്തോട്ടും കൂടെ ഇറങ്ങാനായിട്ട് സഹായിക്കും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് സംഭവം നന്നായിട്ട് കുക്കായി വന്നു. പിന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലായിരുന്നു, കാരണം ഇടയ്ക്ക് എക്സ്റ്റൻഷൻ കേബിൾ വെച്ചിട്ട് നമ്മൾ ഫാൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കനൽ നന്നായിട്ട് അവിടെ ഇരുന്നിട്ട് നല്ല കത്തി നല്ല ചൂട് വരുന്നുണ്ടായിരുന്നു. ആൻഡ് പെട്ടെന്ന് തന്നെ എല്ലാം വെന്ത് കിട്ടി.
ആൻഡ് പെരി പെരി മസാല ചേർത്തിട്ട് നമ്മൾ ഒരു ലെഗ് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുത്തു കേട്ടോ. എല്ലാം റെഡിയായി. പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ ഗ്രില്ല് ചിക്കൻ ചെയ്യുന്ന സമയത്ത് ഓയിൽ ചേർക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല, അത് അത്ര ഹെൽത്തി അല്ല എന്ന് പറയും. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക കേട്ടോ, അല്ലാതെ കഴിച്ചാലും മതി. ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് നല്ല ഫാറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ഭയങ്കര സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമ്മളിവിടെ ഈ മയണൈസ് ചെയ്തതും പുഴുങ്ങിയ മുട്ടയില്ലേ, ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ട് ചെയ്തതാണ്. കംപ്ലീറ്റ്ലി അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ബൈ. കഴിച്ചേ അറോണിസേ? അറോണിസേ കഴിച്ചേ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ?